നമസ്കാരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ പരിശോധിക്കാം. ആദ്യം ദീപികയാണ്. ദീപികയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. രക്ഷാപ്രവർത്തനത്തിന് പണം ആവശ്യപ്പെട്ട കേന്ദ്ര നടപടി കരുതലോടെ കേരളം എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. കോടതിയെ സമീപിച്ചേക്കും എന്ന് പറഞ്ഞുകൊണ്ടൊരു ഹൈലൈറ്റ് കൂടി നൽകിയിട്ടുണ്ട്. വയനാട് ദുരന്തം ഉൾപ്പെടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പണം ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ ചർച്ചകൾക്ക് ശേഷം മാത്രം തുടർ തീരുമാനം കൈക്കൊള്ളാൻ കേരളം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ വയനാടിന് പ്രത്യേക പാക്കേജ്, പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധം എന്ന് പറഞ്ഞുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നൽകുന്നുണ്ട്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ച് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിന് മുന്നിൽ കേരള എംപിമാർ പ്രതിഷേധിച്ചപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകുന്നത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ച് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള എംപിമാർ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിച്ചു. കേരളം ഇന്ത്യയിലാണെന്നും വയനാടിന് നീതി ലഭിക്കണമെന്നുമുള്ള മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേരള എംപിമാർ പ്രതിഷേധിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. അതിനെ സംബന്ധിച്ചുള്ള വിശദമായ വാർത്ത ഉൾപേജുകളിൽ ദീപിക നൽകുന്നുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ ഒരു രാത്രി ജയിലിൽ അല്ലു അർജുൻ മോചിതനായി എന്ന വാർത്തയാണ്. ജയിൽ മോചിതനായി ഹൈദരാബാദിലെ വീട്ടിലെത്തിയ അല്ലു അർജുൻ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്ന ഒരു ചിത്രം കൂടി പങ്കുവച്ചിട്ടുണ്ട്. ഇനി വാർത്തയിലേക്ക് വരുമ്പോൾ പുഷ്പ 2 സിനിമയുടെ റിലീസിങ്ങിനിടെ തിരക്കിലും വീട്ടമ്മ മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായ തെലുങ്ക് സൂപ്പർ താരം അല്ലു അർജുൻ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് ജയിൽ മോചനം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ നാളെ ലോക്സഭയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത വാർത്ത. ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പിന് നിർദ്ദേശിക്കുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, കാട്ടാനക്കൂട്ടം മറിച്ചിട്ട പന സ്കൂട്ടറിന് മുകളിൽ വീണ് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം എന്ന് പറഞ്ഞുകൊണ്ടൊരു അപകട വാർത്ത നൽകുന്നുണ്ട്. കാട്ടാനക്കൂട്ടം കുത്തിമറിച്ച പനയും സമീപത്തെ പാലമരക്കൊമ്പും സ്കൂട്ടറിന് മുകളിൽ വീണ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. ആ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ കൂടി പങ്കുവച്ചിട്ടുണ്ട്. മറ്റൊന്ന്, കലാപം അവസാനിപ്പിക്കാൻ നിങ്ങളുടെ ആളുകളോട് പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൂപ്പി അഭ്യർത്ഥിച്ച് മണിപ്പൂർ MP എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്തയാണ്. മണിപ്പൂരിൽ ഭരണഘടന തകർക്കപ്പെട്ട് മണിപ്പൂർ ഔട്ടർ MP ആൽഫ്രഡ് കങ്കം S. ആർത്തർ ഈ രാജ്യത്തെ പൗരന്മാരെന്ന നിലയിൽ മണിപ്പൂരിലെ ജനങ്ങൾക്ക് നീതി ലഭിക്കേണ്ടത് അവരുടെ അവകാശമാണെന്നും ആർദർ ലോക്സഭയിൽ നടന്ന ഭരണഘടനാ ചർച്ചയിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ വാർത്ത പുരോഗമിക്കുകയാണ്. മറ്റൊന്ന്, ഗെറ്റ് ഔട്ട് യൂണിയനെ ഇംപീച്ച് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത വരുന്നത്. ദക്ഷിണ കൊറിയയിൽ ഹാൻഡുക് സു ഇടക്കാല പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. പട്ടാള നിയമം പ്രഖ്യാപിച്ച പ്രസിഡന്റ് യൂൺ സുക് യോളിനെ ദക്ഷിണ കൊറിയൻ പാർലമെന്റ് ഇംപീച്ച് ചെയ്തതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് അത്. ഇനി മാധ്യമമാണ്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഏക സിവിൽ കോഡിൽ ഉറച്ച മോദി സാമൂഹിക നീതിക്ക് പ്രതിപക്ഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത വരുന്നത്. പോർമുഖം ഭരണഘടന എന്നാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. വാർത്തയിലേക്ക് കടക്കുമ്പോൾ ഭരണഘടനയിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട് ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തോടെ ഇന്ത്യയുടെ ഭാവിക്കായി 11 പ്രതിജ്ഞകളുള്ള ആഹ്വാനവും ഭരണഘടനാ ചർച്ചയ്ക്ക് ലോക്സഭയിൽ സമാപനം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു സൈഡ് സ്റ്റോറി കൂടി വരുന്നുണ്ട്. ഭരണഘടനയും മനുസ്മൃതിയും തമ്മിലുള്ള പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി മനുസ്മൃതിയും ഭരണഘടനയും ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രം കൂടി പങ്കുവച്ചുകൊണ്ടാണ് വാർത്ത നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വലിയ പ്രതിഷേധത്തിൽ വലിയ ശബ്ദമുയർത്തിക്കൊണ്ട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പാർലമെന്റിൽ. അതുമായി ബന്ധപ്പെട്ടാണ് ആ വാർത്ത. ചലനമറ്റ നിർമ്മാണ മേഖല എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റൊരു വാർത്ത. അത് സംസ്ഥാനത്ത് നിർമ്മാണ മേഖലയിൽ വൻ പ്രതിസന്ധി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 15 മുതൽ 20% വരെ കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. അത് മാധ്യമത്തിൻ്റെ ഒരു സ്പെഷ്യൽ ന്യൂസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. മറ്റൊന്ന്, വയനാടിന് പാക്കേജ്, പാർലമെന്റിന് മുൻപിൽ കേരള എംപിമാരുടെ പ്രതിഷേധം എന്ന വാർത്ത. അതും പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതിഷേധവും ഫ്രണ്ട് പേജിൽ തന്നെ മാധ്യമവും നൽകിയിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ച, പോലീസ് അന്വേഷണം, പുനഃപരീക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത വരുന്നത്. 10ാം ക്ലാസ് ഇംഗ്ലീഷ് +1 ഗണിതം പരീക്ഷകളുടെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് മുൻപ് യൂട്യൂബ് ചാനൽ വഴി ചോർന്നതിൽ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. DGPക്കും സൈബർ സെല്ലിനും പരാതി നൽകും. അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷൻ നിരീക്ഷിക്കാൻ വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് നിർദ്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് 2 ഹൈലൈറ്റുകളും അതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. അടുത്തത് കേരള കൗമുദിയാണ്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത പാർലമെന്റിൽ ആഞ്ഞടിച്ച് മോദി, ഭരണഘടനാ ദുരുപയോഗം കോൺഗ്രസ് പാരമ്പര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത വരുന്നത്. യുവാക്കളുടെ പെരുവിരൽ വെട്ടിയ ഭരണം എന്ന് പറഞ്ഞ രാഹുലിന്റെ സ്റ്റേറ്റ്മെന്റ് കൂടി ഒരു സൈഡ് സ്റ്റോറിയായും വരുന്നുണ്ട്. ഇനി വാർത്തയിലേക്ക് വരുമ്പോൾ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് കോൺഗ്രസിന്റെ പാരമ്പര്യമാണെന്നും അത് ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തുടങ്ങി വെച്ചതാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ആദ്യം വാർത്തയിൽ വരുന്നത്. ഇനി സൈഡ് സ്റ്റോറിയിലേക്ക് വരുമ്പോൾ ഭരണഘടന സംരക്ഷിക്കാനുള്ള ആദർശത്തിൽ
വാതിലുറച്ച് പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ യുദ്ധം ചെയ്യുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഇരുവരും തമ്മിലുള്ള പോരാണ് സൈഡ് സ്റ്റോറിയും മെയിൻ സ്റ്റോറിയുമായി നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, രക്ഷാപ്രവർത്തനം കേന്ദ്രസേനയ്ക്ക് പണം നൽകേണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. വിഹിതത്തിൽ ക്രമീകരിക്കാം, കേന്ദ്രത്തിന് കത്ത് നൽകും എന്ന് പറഞ്ഞുകൊണ്ട് ദുരന്തകാലത്തെ രക്ഷാദൗത്യങ്ങൾക്ക് വ്യോമസേനയ്ക്ക് 132.62 കോടി ചെലവുണ്ടായെന്ന് പ്രതിരോധ മന്ത്രാലയം കേരളത്തെ അറിയിച്ചത് നടപടിക്രമം മാത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, അല്ലു അർജുനുമായി ബന്ധപ്പെട്ട വാർത്തയും വലിയ പ്രാധാന്യത്തിൽ തന്നെ ഫ്രണ്ട് പേജിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അല്ലുവിൻ്റെ കാരാഗൃഹവാസം 12 മണിക്കൂർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. വീട്ടിൽ മടങ്ങിയെത്തിയ അല്ലു അർജുനെ ഭാര്യ സ്നേഹാലിംഗനം ചെയ്യുന്ന ചിത്രമാണ് പങ്കുവച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ചോദ്യപേപ്പർ ചോർച്ചയിൽ പോലീസ് അന്വേഷണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരള കൗമുദിയിൽ വാർത്ത വരുന്നത്. സ്കൂൾ ക്രിസ്മസ് പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പറുകൾ ചോർന്നത് പോലീസ് അന്വേഷണത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. അടുത്തത് ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത ഗ്രാമീണ മേഖലയിൽ തൊഴിലാളികൾക്ക് ഏറ്റവും ഉയർന്ന വേതനം അത് കേരളത്തിലാണ് എന്നുള്ള വാർത്തയാണ്. അതിൻ്റെ സ്ട്രിപ്പ് നൽകിയിട്ടുള്ളത് അവഗണിച്ചാലും കുതിച്ചുയരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ട്രിപ്പ് നൽകിയിട്ടുള്ളത്. ഇതാ കേരളത്തിൻ്റെ മറുപടി എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. സാമ്പത്തികമായി തകർക്കാൻ കേന്ദ്രം ശ്രമിക്കുമ്പോൾ ഗ്രാമീണ മേഖലയിൽ കൂടുതൽ വേതനം നൽകി കേരളം അഭിമാനപൂർവ്വം തലയുയർത്തി. ഊർജ്ജ സംരക്ഷണത്തിന്റെ സ്വന്തം കീഴിൽ കേന്ദ്ര പട്ടികയിൽ 2ാം സ്ഥാനത്തേക്ക് കുതിച്ചു. ഇത് ഒറ്റപ്പെട്ടതല്ല. സ്റ്റാർട്ടപ്പ്, വ്യവസായ സൗഹൃദ നയം, ആരോഗ്യ വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നിവയിലെല്ലാം കേരളം ഇന്ന് മുന്നിലാണ് എന്ന് പറഞ്ഞുകൊണ്ടെല്ലാം ചെറിയൊരു അടിക്കുറിപ്പ് നൽകുന്നുണ്ട്. കൂടാതെ തന്നെ ഇവിടെ കൂലിയുണ്ട്, ആരോഗ്യമുണ്ട്, അന്തസ്സുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് ഹെഡിങ് നൽകുന്നുണ്ട്. അതുകൂടാതെ തന്നെ വാർത്തയെ സംബന്ധിച്ച് വിശദമായി തന്നെ വിവരങ്ങൾ നൽകുന്നുണ്ട്. കൂടാതെ തന്നെ 3 പട്ടികകളിലായിട്ട് കേരളത്തിൻ്റെ കെട്ടിട നിർമ്മാണ തൊഴിലാളി, കർഷക തൊഴിലാളി, കാർഷികേതര തൊഴിലാളി അവർക്ക് ലഭിക്കുന്ന വേതനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നുണ്ട്. മറ്റൊന്ന്, വീണ്ടും പവർഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വാർത്തയാണ്. ഊർജ്ജ വിനിയോഗത്തിലെ കാര്യക്ഷമതയ്ക്കുള്ള കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിൻ്റെ പുരസ്കാരം വീണ്ടും കേരളത്തിന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 2 വാർത്തയുമാണ് ഇതാ കേരളത്തിൻ്റെ മറുപടി എന്ന ഒറ്റ തലക്കെട്ടിൽ നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, കേരളത്തെ അടക്കം കേന്ദ്രം അവഗണിക്കുന്നുവെന്ന് കനിമൊഴി. കൈമലർത്തി അപഹസിച്ച് സുരേഷ് ഗോപി ഒരു ദിവസം മുൻപേ തന്നെ പാർലമെന്റിൽ സംഭവിച്ച കൗതുകകരമായ ഒരു കാഴ്ചയാണ് ദേശാഭിമാനി പങ്കുവച്ചിട്ടുള്ളത്. മറ്റൊന്ന്, മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു എന്ന വാർത്തയാണ്. തിരിച്ചടയ്ക്കണമെന്ന നിബന്ധന ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ അനുവദിക്കാൻ ഉദ്ദേശിക്കുന്ന വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അത് പല മടങ്ങായി തിരിച്ചടിക്കണമെന്ന കേന്ദ്ര മന്ത്രാലയത്തിന്റെ തീരുമാനത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. അടുത്തത് മാതൃഭൂമിയാണ്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട വാർത്ത വലിയ പ്രാധാന്യത്തിൽ നൽകുന്നുണ്ട്. എന്നിട്ടും പഠിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. സംസ്ഥാനത്ത് റോഡ് സുരക്ഷ ഓഡിറ്റിംഗിൽ ഗുരുതര വീഴ്ച എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. കൂടാതെ തന്നെ ഈ പദ്ധതികളിലൊക്കെ ബ്ലോക്കിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിശീലനമില്ലായ്മയും, സിഗ്നൽ എവിടെ എന്നുള്ള ചോദ്യവും, അവലോകനം പൊളിഞ്ഞു എന്നുള്ള ചോദ്യവും, പൊട്ടിപ്പോയ പൂട്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ട്രാഫിക്കിലെ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എടുത്തു പറഞ്ഞുകൊണ്ട് വിശദമായി തന്നെ മാതൃഭൂമി ആ വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ സ്വകാര്യ ട്യൂഷന് കടിഞ്ഞാൺ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. ക്രിസ്മസ് പരീക്ഷകളുടെ ചോദ്യക്കടലാസ് ചോർന്ന വിഷയത്തിൽ കർശന നടപടിക്ക് സർക്കാർ. ചോദ്യക്കടലാസ് ചോർന്നത് അധ്യാപകരുടെ ഒത്താശയോടെ എന്ന നിഗമനത്തിലാണ് അധികൃതർ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, സിനിമ കാണുന്ന കാഴ്ച പരിമിതർക്ക് ശബ്ദമില്ലാ ദൃശ്യങ്ങളും കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയാണ്. സ്ക്രീനിൽ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ ഓടുന്ന വെളുത്ത കാർ, ഒപ്പം 3/2002 പ്രഭാതം എന്ന കത്ത്. കാഴ്ച പരിമിതർക്കുള്ള ഒരാൾക്ക് തിയേറ്ററിലിരുന്ന് ഈ ദൃശ്യം എങ്ങനെ അനുഭവിക്കാം, അതിനുള്ള വഴിയൊരുക്കുകയാണ് സെൻസർ ബോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു നീക്കം, സെൻസർ ബോർഡിൻ്റെ മറ്റൊരു നല്ലൊരു നീക്കമാണ് ഇവിടെ വാർത്തയായി വന്നിട്ടുള്ളത്. മറ്റൊന്ന്, ഇന്ത്യക്കുള്ള പ്രത്യേക നികുതി ഇളവ് പിൻവലിച്ച് സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരട്ട നികുതി ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തയും നൽകുന്നുണ്ട്. മറ്റൊന്ന്, പ്രധാനമന്ത്രി ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ട് വിഴിഞ്ഞത്തെ VGF നിബന്ധന എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കത്തും വലിയ പ്രാധാന്യത്തിൽ തന്നെ ഫ്രണ്ട് പേജിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് സംഘടിപ്പിച്ച ഉത്സവ രക്ഷാ സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ PK ബിജു, BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല, CPI സംസ്ഥാന കൗൺസിൽ അംഗമായ VS സുനിൽകുമാർ എന്നിവർ സൗഹൃദ സംഭാഷണത്തിൽ നൽകുന്ന ഒരു ഫോട്ടോ, ഒരു ചിത്രവും മാതൃഭൂമി പങ്കുവച്ചിട്ടുണ്ട്. അടുത്തത് ജന്മഭൂമിയാണ്. ജന്മഭൂമിയിൽ കഴിഞ്ഞ ദിവസത്തെ പാർലമെന്റിലെ സംഭവങ്ങളാണ് വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നത്. നെഹ്റു കുടുംബം ഭരണഘടനാ നിന്ദകർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. നെഹ്റു, ഇന്ദിര, രാജീവ്, രാഹുൽ നെഹ്റു കുടുംബം ഭരണഘടനയെ അട്ടിമറിച്ചതിൻ്റെയും അപമാനിച്ചതിൻ്റെയും പട്ടിക നിരത്തി തിരിച്ചടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് അത്. മറ്റൊന്ന്, വയോധികർക്ക് നൽകേണ്ട മരുന്ന് യുവതിക്ക് നൽകി എന്ന് പറഞ്ഞുകൊണ്ട് എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിയ 34-കാരിക്ക് 61-കാരിയുടെ എക്സ്റേ മാറിക്കൊടുത്തു. ഇതിനനുസരിച്ച് വയോധികയ്ക്കുള്ള മരുന്ന് യുവതിക്ക് ഡോക്ടർ നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ വലിയ
വലിയ ഒരു വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വാർത്ത വലിയ പ്രാധാന്യത്തിൽ ജന്മഭൂമി നൽകുന്നുണ്ട്. മറ്റൊന്ന് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയവും ജന്മഭൂമി ഫ്രണ്ട് പേജിൽ തന്നെ നൽകുന്നുണ്ട്. ചോർച്ച സ്ഥിരീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണം ആരംഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത വരുന്നത്. മറ്റൊന്ന് മുഖം മറച്ച് പരീക്ഷയ്ക്കെത്തിയത് തടഞ്ഞു, പ്രിൻസിപ്പൽ അസീസിനെതിരെ ഒരു വിഭാഗം മുസ്ലിം സംഘടനകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത വരുന്നത്. തിരൂരങ്ങാടി പോക്കർ സാഹിബ് മെമ്മോറിയൽ ഓർഫനേജ് കോളേജിൽ മുഖം മറച്ചുകൊണ്ടൊരു വിഭാഗം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാൻ എത്തിയത് വിവാദമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. അവസാനത്തേത് മലയാള മനോരമയാണ്. മലയാള മനോരമയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത ക്രിസ്മസ് ബമ്പറുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ക്രിസ്മസ് ബമ്പർ സമ്മാനത്തുക കുറയ്ക്കൽ പിൻവലിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്, ലോട്ടറി അബദ്ധം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. അടിച്ച് 12 ലക്ഷം ടിക്കറ്റുകൾ ഉപേക്ഷിച്ചു, ടിക്കറ്റ് വിൽപ്പന വൈകുന്നത് മൂലവും നഷ്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത വരുന്നത്. ക്രിസ്മസ് പുതുവത്സര ബമ്പർ ലോട്ടറിയുടെ ആകെ സമ്മാനത്തുക 9.31 കോടി രൂപ വെട്ടിക്കുറയ്ക്കാനുള്ള സർക്കാരിന്റെ നീക്കം തിരിച്ചടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന് TP കേസ് ഇളവ് നീക്കം പൊളിഞ്ഞതിൽ ജയിൽ ഉദ്യോഗസ്ഥർക്ക് കടുത്ത ശിക്ഷ എന്ന് പറഞ്ഞുകൊണ്ടാണ് 3 മാസത്തിന് ശേഷം സസ്പെൻഷനിൽ കൂടുതൽ നടപടിക്ക് നിർദ്ദേശം. TP ചന്ദ്രശേഖരൻ കൊലക്കേസ് പ്രതികൾക്ക് നിയമവിരുദ്ധമായി ശിക്ഷയിളവ് നൽകാനുള്ള നീക്കം പൊളിഞ്ഞതിന്റെ പേരിൽ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാരിന്റെ പ്രതികാര നടപടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തയും വലിയ പ്രാധാന്യത്തിൽ മനോരമയും നൽകുന്നുണ്ട്. ചോദ്യപേപ്പർ ചോർച്ച ഒരേ യൂട്യൂബ് ചാനൽ വഴിയെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്ഥിരീകരിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയാണത്. മറ്റൊന്ന് ഭരണഘടനാ ചർച്ച, ലോക്സഭാ ചർച്ച പൂർത്തിയായി, സവർക്കറെ ഉദ്ധരിച്ച് രാഹുലിന്റെ ആക്രമണം, കോൺഗ്രസിനെ മാത്രം മുന്നമിട്ട് മോദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത മലയാള മനോരമ നൽകിയിട്ടുള്ളത്. ഇത്രയുമാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ.